റിപ്പോർട്ടർ ടിവി സംഘടിപ്പിക്കുന്ന മെഗാ കോൺക്ലേവിന്റെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ അല്പസമയത്തിനകം നിർവഹിക്കാനിരിക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വികസനം, ജനാധിപത്യം, അധികാര വികേന്ദ്രീകരണം എന്ന വിഷയത്തിൽ ഏപ്രിൽ മാസത്തിലാണ് എറണാകുളത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ, തലശ്ശേരി, കതിരൂരിൽ നടക്കുന്ന പൊന്നത്തങ്കം നടക്കുന്ന ഏഴരക്കണ്ടത്തെ വേദിയിലാണ് ഇപ്പോൾ കോൺക്ലേവിന്റെ പ്രഖ്യാപനം നടക്കാനിരിക്കുന്നത്. റിപ്പോർട്ടർ ടിവി മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ, കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിബാലകൃഷ്ണൻ, ഒരു വലിയ കോൺക്ലേവ്, മെഗാ കോൺക്ലേവ് ആണ് നമ്മൾ ആലോചിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ. അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിന് ലോഗോ പ്രകാശനത്തിന്റെ ചടങ്ങ് തുടങ്ങാനിരിക്കുന്നു. അതെ, ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ വികസനം, ജനാധിപത്യം, അധികാര വികേന്ദ്രീകരണം. അപ്പം പിന്നെ കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാർ മുൻകൈ എടുത്ത് നടത്തുന്ന സമ്മിറ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ സമ്മിറ്റുകളാണ് അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് ഇൻവൈറ്റ് ചെയ്യുന്ന സമ്മിറ്റുകളാണ്. അത് കൂടാതെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ ജനാധിപത്യപരമായ വികസനത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ വികസനം നമ്മളിപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാന സർക്കാരാണെങ്കിലും ഏത് ഏജൻസികൾ നടത്താൻ ഉദ്ദേശിക്കുന്ന വികസനമാണെങ്കിലും അത് ജനാധിപത്യപരമായി പങ്കുവയ്ക്കപ്പെടണം. ആ ജനാധിപത്യപരമായി പങ്കുവയ്ക്കപ്പെടണമെങ്കിൽ അത് സ്വാഭാവികമായി നമ്മുടെ ഈ തദ്ദേശ സ്ഥാപനങ്ങളെ മുഴുവൻ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അധികാര വികേന്ദ്രീകരണം രാജ്യത്ത് തന്നെ ഏറ്റവും നന്നായി നടപ്പാക്കിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ ജനകീയാസൂത്രണം പോലുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ളൊരു സംസ്ഥാനം കൂടിയാണ്. അതിൻ്റെയൊക്കെ ഒരു മെച്ചം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ പല മേഖലകളിലും ഉണ്ടായിട്ടുള്ള വികാസത്തിൻ്റെയും വികസനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അധികാര വികേന്ദ്രീകരണം നന്നായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും പരമാവധി ആളുകളിലേക്ക് വികസനത്തിൻ്റെ പ്രയോജനവും ഗുണങ്ങളും ഒക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പുതിയൊരു കാലഘട്ടമാണല്ലോ, AI അടക്കമുള്ള വലിയ സാങ്കേതിക വിപ്ലവം നടക്കാനിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെ എല്ലാ വീടുകളിലേക്കും സൗജന്യമായി എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വിവരം എന്താ പറയുക, ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയൊക്കെ ഒരു വലിയ വികാസത്തിൻ്റെ കാലഘട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു നയം രൂപീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മളുടെ വാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ എങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും വികസനം എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ളതാണ് അതാണ് പുതിയ കാലത്ത് പ്രവർത്തിക്കുക. അപ്പോൾ അതിനൊരു വേദി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ വേദി ഉണ്ടാക്കാനാണ് റിപ്പോർട്ടർ ടി വി ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് 1200ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും കേട്ടോ. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിനകത്ത് പങ്കെടുക്കും. അതുപോലെ അത് കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഗവർണർമാർ പങ്കെടുക്കുന്നുണ്ട്, വലിയ വ്യവസായ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്, തിങ്കേഴ്സ്, റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റുകൾ ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മെഗാ കോൺക്ലേവ് എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള പ്രഖ്യാപനം ഉടനെ തന്നെ ഉണ്ടാകും. ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ 2ാമത്തെ ആഴ്ച തന്നെ നടത്തണം എന്നാണ്. കാരണം വിഷുവിൻ്റെയൊക്കെ ഒരു സമയമാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊരു ഉത്സവകാലം കൂടിയാണ് കേരളത്തിൽ. ആ സമയത്ത് ഒരു മെഗാ കോൺക്ലേവ്. ഈ മെഗാ കോൺക്ലേവ് എന്ന് പറയുമ്പോൾ അത് വെറുതെ കൂടി കുറേ കാര്യങ്ങൾ കുറേ പേരൊന്ന് പറഞ്ഞ് പിരിയുന്നൊരു പരിപാടിയല്ല, മറിച്ച് അത് ഒരു വികസന റോഡ് മാപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും റിപ്പോർട്ടർ ടി വിയുടെ ഈ മെഗാ കോൺക്ലേവ്. തീർച്ചയായും സ്പീക്കർ എത്തുകയാണെന്ന് തോന്നുന്നു. അർജുൻ കല്യാടുണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ. അർജുൻ, ഇപ്പോൾ ലോഗോ പ്രകാശനം നടക്കാനിരിക്കുകയാണ്. ഗംഭീര ചടങ്ങാണെന്ന് ഇവിടുന്ന് തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ പരിപാടിയിലേക്ക് കടക്കുകയാണോ? എന്താണ് ഇപ്പോൾ അവിടെ ഇപ്പോൾ നടക്കുന്നത്? എന്താണ്? ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി, അല്പസമയത്തിനകം തന്നെ മെഗാ കോൺക്ലേവിൻ്റെ പ്രഖ്യാപനം സ്പീക്കർ എൻ ഷംസീർ നിർവഹിക്കും. അതിനായി സ്പീക്കർ എൻ ഷംസീറും അതുപോലെ തന്നെ റിപ്പോർട്ടർ ടി വിയുടെ മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ ആന്റോ അഗസ്റ്റിൻ, അതുപോലെ തന്നെ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ എന്നിവർ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം, വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ തന്നെ വലിയ ജനപങ്കാളിത്തോടു കൂടി തന്നെ ഈ കോൺക്ലേവിൻ്റെ പ്രഖ്യാപനം നടത്താൻ വേണ്ടി കഴിയുന്നത് തന്നെ വലിയ ആത്മവിശ്വാസമാണ് റിപ്പോർട്ടർ ടി വിക്ക് നൽകുന്നത്. പൊന്നത്തങ്കത്തിൻ്റെ വേദിയിൽ, അതായത് ഏഴരക്കണ്ടത്ത് വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കതിരൂർ കുരുക്കളും അതുപോലെ തന്നെ തച്ചോളി ഉദയനനും അംഗം കുറിച്ചിട്ടുള്ള ഒരു ഭൂമി കൂടിയാണ് കതിരൂരിലെ പൊന്നത്തങ്കത്തിൻ്റെ ഈ വേദി. ആ വേദിയിൽ വെച്ച് വലിയ ജനക്കൂട്ടത്തിനിടയിൽ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു കോൺക്ലേവിൻ്റെ പ്രഖ്യാപനം അല്പസമയത്തിനകം സ്പീക്കർ എൻ ഷംസീർ നടത്താൻ വേണ്ടി പോകുന്നത്. അതിലേറ്റവും പ്രധാനമായി നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സർവ്വതല സ്പർശിയായിട്ടുള്ള, അങ്ങനെ തന്നെ നമുക്ക് അഭിസംബോധന ചെയ്യാം. കാരണം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികൾ, അതിന് പുറമെ എഴുത്തുകാർ, സാഹിത്യ പ്രമുഖന്മാർ, ഏറ്റവും പ്രധാനമായി വ്യവസായ പ്രമുഖർ, അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചും കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചും അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചും വലിയ രീതിയിലുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കുക. അതിലൂടെ ഈ നാടിനെ തന്നെ ഒരു പുതിയ നവകേരളം എന്ന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു പുതിയ ഒരു ദിശാബോധത്തിലേക്ക് ഈ നാടിനെ നയിക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായാണ് റിപ്പോർട്ടർ ടി വി നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു മെഗാ കോൺക്ലേവ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി അല്പസമയത്തിനകം സ്പീക്കർ എൻ ഷംസീർ ഈ പൊന്നത്തങ്കത്തിൻ്റെ വേദിയിൽ വെച്ച് നിർവഹിക്കും.
ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കളരി അഭ്യാസ മുറകളുടെ ഒരു പ്രദർശനമാണ്. ഈ അഭ്യാസ പ്രദർശനം കഴിഞ്ഞാൽ റിപ്പോർട്ടർ ടിവിയുടെ ഈ കോൺക്ലേവിൻ്റെ പ്രഖ്യാപനമാണ് നടത്താൻ വേണ്ടി പോകുന്നത്. ഏപ്രിൽ രണ്ടാമത്തെ വാരത്തിൽ ഈ പരിപാടി നടത്താൻ വേണ്ടി കഴിയണം എന്നല്ലെങ്കിൽ അത്തരം ഒരു ആലോചനയാണ് റിപ്പോർട്ടർ ടി വി മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഒരു ദൃശ്യമാധ്യമം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം ഇത്രയും വിപുലമായ രീതിയിൽ ഇതിനു മുൻപ് ഇങ്ങനെയൊരു പദ്ധതി അല്ലെങ്കിൽ ഇത്തരം ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കൂടുതൽ വിഷയത്തിന്റെ തിരഞ്ഞെടുപ്പും ആ തരത്തിൽ തന്നെയാണ്. വലിയ രൂപത്തിൽ എല്ലാവരുടെയും അഭിപ്രായം എടുത്തുകൊണ്ടുള്ള വലിയ ചർച്ചയാണ് കോൺക്ലേവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.